ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്താൻ പറയൂ. ഞങ്ങളെ ആൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുകയായിരുന്നു. 6 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് വീട്ടിലുള്ളത്. അദ്ദേഹം എത്തിയിട്ടില്ല, പുറത്തു പോയിട്ട്, മിനിസ്റ്റർ പുറത്തു പോയിട്ട് എത്തിയിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അത് കേട്ട് അതിൻ്റെ ഷോക്കിലിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് ഇവർ അകത്തോട്ട് സംസാരിക്കാൻ പോണു. അപ്പം ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നു. ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് ഭാര്യയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നിഷേധിച്ചു, ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു, അല്ല ഞാനെല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത്, എത്ര മണിക്ക് പോയി, ഏത് വണ്ടിയിൽ പോയി, എപ്പോൾ പിക്കപ്പ് ചെയ്തു, അജന്തയിൽ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു, എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത്. എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു, ബെഡ്റൂമിനകത്ത് നടന്നത് എന്തോ ആണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രാപ്റ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണിട്ട് മാപ്പ് ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി, ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അയാൾ പറഞ്ഞു, ഞാനിത് പുറത്ത് പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും എന്നറിയാമോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, തെറ്റുപറ്റിപ്പോയി, മാപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ഷമാപണം ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പേരെ കണ്ടുള്ളൂ. എനിക്കതിനപ്പുറം കാണാനുള്ള ഒരു മനക്കരുത്തില്ലായിരുന്നു. അപ്പോൾ ഞാനത് ആകെ ഷോക്ക്ഡായിരുന്നു. അത് കഴിഞ്ഞ് ഞാനങ്ങ് മുകളിലോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കാകെ എൻ്റെ ജീവിതം മുഴുവനും പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാനാകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കൺട്രോളായപ്പോൾ താഴോട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആരുമില്ല. ഓഫീസ് റൂമിൽ തന്നെ ഇരിക്കുകയാണ്, ആരുമില്ല. ഞാൻ ഇതേ കരഞ്ഞുകൊണ്ട് തന്നെ അകത്തോട്ട് കയറിപ്പോയി. ഇത് എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തുവാ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ പോയി കതവ് കുറ്റിയിട്ടിട്ട് അങ്ങ് അടി തുടങ്ങി. എന്നെ കഴുത്തിന് വരെ പിടിച്ച് ഞെക്കി. ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയി. എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റൂ. ആകെ എൻ്റെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു, തട്ടുന്നു, വീഴുന്നു. ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി. സരിതയുടെ കൊച്ചിന്റെ അച്ഛ ഗണേഷ് കുമാറെ, നിനക്ക് മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടം വേണ്ട. നിനക്ക് മറുപടി പറയാൻ നിന്റെ കൂടെ കിടന്ന, നിന്റെ കൊച്ചുങ്ങളെ പ്രസവിച്ച നിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി തന്നെ ധാരാളം. നീ ആരാണെന്ന് ചോദിച്ചാൽ നല്ല ഒന്നാം തരം. അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗണേശ വല്ലാതെ അങ്ങ് പുണ്യാളനാവല്ലേ ഗണേശ. ഗണേശൻ ആരാണെന്നും ഗണേശന്റെ പ്രവർത്തികൾ എന്താണെന്നും, ഒരു പച്ച പാപം മനുഷ്യനെ, സ്ത്രീയെ വിലക്ക് വാങ്ങിയിട്ട് ഒരു പച്ചപ്പാവം മനുഷ്യനെ പിച്ചി ചീന്താൻ മുന്നിൽ നിന്ന് പട നയിച്ച് അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് ഇന്ന് ഇരിക്കുന്ന ഗണേശൻ ഇന്ന് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യുപകാരമാണ്. എന്താണ് പ്രത്യുപകാരം? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനെ പിച്ചി ചീന്തിയതിനുള്ള പ്രത്യുപകാരമാണ് ഗണേശന്റെ മന്ത്രിസ്ഥാനം. അതുകൊണ്ട് ഗണേശ നിന്റെ തന്ത പോലും പറഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ ഭാര്യയെ വിശ്വാസമുണ്ട് എന്നതിനപ്പുറം അവൻ്റെ തന്ത ഞാനാണെന്നതിൽ എനിക്കൊരു ഉറപ്പുമില്ല എന്നാണ് നിന്റെ തന്ത ബാലകൃഷ്ണൻ പോലും പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ നീ ആ തന്തയില്ലായ്മത്തരം കാണിച്ചു. നീ യാമിനി തങ്കച്ചിയെ മാത്രമല്ല, യാമിനി തങ്കച്ചി നിന്റെ ഭാര്യയായിരിക്കുമ്പോൾ നീ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അതിനപ്പുറം നിന്റെ ആവിഹിതങ്ങളും നിന്റെ കൂട്ടിക്കൊടുപ്പിൻ്റെയും കിടന്ന് മറിഞ്ഞതിൻ്റെയും കിടന്ന് തുള്ളിയതിൻ്റെയും ഒക്കെ കഥകൾ കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് വീണ്ടും വാരി വലിച്ച് പുറത്തിടിക്കല്ലേ ഗണേശ. അതിന് മാത്രം പോകുന്ന പുണ്യാളനൊന്നുമല്ല ഗണേശ നീ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന വേട്ട, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വ്യക്തമായി കഴിഞ്ഞു.
ഈ ഒരു അറസ്റ്റോട് കൂടി രാഹുലിന്റെ ആ ഒരു സ്റ്റാർ പരിവേഷം, ആ ഒരു സ്റ്റാർഡം അത് ഒന്നുകൂടി വർദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനൊന്നും ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ ആരൊക്കെ എവിടെയൊക്കെ എഴുതി ചേർത്താലും ഇത് ആരോടാണ് പറയുന്നത് എന്നുള്ളത് കൂടി നിങ്ങളൊരു ആത്മവിചിന്തനം നടത്തുന്നതല്ല. കാരണം മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. ഇതൊരു മനുഷ്യനുണ്ടാവുന്ന ഒന്നാണല്ലോ. പി ശശിയും PK ശശിയും കടകംപള്ളിയും തോമസ് ഐസക്കും മുകേഷും ഗണേഷും ശശീന്ദ്രനും തുടങ്ങി നിരവധി ആളുകൾ AKG സെന്ററിൽ ഇരിക്കുമ്പോ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതാൻ ആർക്കാണ് ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇതിന് സാധിക്കുമോ? ഗണേശന്റെ കാര്യം വലിയ വിചിത്രമാണ്. ഗണേശൻ യാമിനി തങ്കച്ചിയുമായി വേർപിരിയാനുണ്ടായ കാരണം എന്താണ്? അത് ഗണേശന്റെ അന്തപുര കാഴ്ചകൾ യാമിനി കണ്ടതാണ്, യാമിനി അറിഞ്ഞതാണ്. ഗണേശന്റെ ഈ പറയുന്ന അവിഹിതങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഗണേശൻ എന്ന് പറയുന്നത്. അവിഹിതങ്ങളുടെ കൂമ്പാരമായ ഗണേശൻ, ആ ഗണേശൻ തൻ്റെ മകനാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം തന്തക്ക് പറയാനുണ്ടായ മറുപടി കേരളത്തിൽ അങ്ങനെ ഒരു തന്തയും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അനുഭവം കേരളത്തിൽ ഒരു തന്തക്കും പറയാനും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഗണേശൻ വന്നിട്ട് ഇങ്ങനെ ചാരിത്രം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നുകയാണ്. ഗണേശൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഗണേശൻ ആരാണെന്ന് ഗണേശന്റെ മുൻ ഭാര്യ, ഗണേശന്റെ മക്കളുടെ അമ്മ യാമിനി തങ്കച്ചി തന്നെ പല ആവർത്തി വിളിച്ചു പറഞ്ഞതാണ്. ആ ഗണേശൻ ഇപ്പൊ വലിയ പുണ്യാളനായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊത്താൻ അതിനു മാത്രമുള്ള എന്ത് അർഹതയാണ് ഗണേശനുള്ളത്? കൂട്ടിക്കൊടുപ്പിന്റെ അർഹതയോ, അതോ സരിത എസ് നായരിൽ കൊച്ചുണ്ടാക്കിയതിന്റെ അവകാശമോ? സരിതയുടെ കൊച്ചിന്റെ തന്ത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗണേശനാണ്. ആ ഗണേശൻ രാഹുലിനെ പിച്ച് ചീന്താൻ നടക്കുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! എന്തർഹതയാണ് ഗണേഷ് കുമാറിനുള്ളത് രാഹുലിനെ കുറിച്ച് പറയാൻ? രാഹുൽ എന്താണ് ചെയ്തിട്ടുള്ളത്? രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ മൂന്നാമത്തെ പരാതി ഉണ്ടല്ലോ, ഈ പരാതിയിൽ രാഹുലിൻ്റേത് എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, ആ സ്ക്രീൻഷോട്ടിൽ പോലും ഈ പരാതിക്കാരി രാഹുലിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതങ്ങനെയാണെന്ന് പറയുന്നു. ആണെങ്കിൽ ആ ഒരു ഇമാജിനേഷന് പുറത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ പേര് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് രാഹുൽ, പിന്നെ ഒരു 3 സിമ്പലാണ്, ലവ് ലവ് ലവ്, അല്ലേ? നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അത്രയും അധികം ഈ പരാതിക്കാരിക്ക് രാഹുലിനെ അത്രയധികം ഇഷ്ടമായിരുന്നു എന്നല്ലേ അതിനർത്ഥം? ആദ്യ കാഴ്ചയിൽ തന്നെ പീഡിപ്പിച്ച വ്യക്തിയെ ഇത്രമാത്രം സ്നേഹിക്കാൻ, ആ ആദ്യ കാഴ്ചയിൽ തന്നെ മുഖത്ത് തുപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞ രാഹുലിനെ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, തുപ്പിയതും അടിച്ചതൊന്നും മുഖത്തല്ല, മറ്റൊരിടത്താണ് എന്നുള്ളതാണ്. അത് ഒരു പ്ലഷർ പോയിന്റ് ആയിരുന്നു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നതും നമുക്ക് തെല്ലും അങ്ങനെ അല്ലെന്ന് പറയാൻ കഴിയില്ല, അല്ലേ? അപ്പോ അങ്ങനത്തെ രാഹുൽ മാങ്കൂട്ടം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പീഡിപ്പിച്ചു, ക്രൂരമായി മർദ്ദിച്ചു, 3 മണിക്കൂർ നീണ്ടുനിന്ന എന്ന് പറയുന്ന ആ ഒരു ദൈർഘ്യമൊക്കെ കണക്കിലെടുത്ത് ഈ പരാതിക്കാരിയുടെ മനസ്സിൽ രാഹുലിനോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ കാഴ്ച തന്നെ, ഫസ്റ്റ് ഇംപ്രഷൻ, അത് വാസ് ബെസ്റ്റ് എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ഷഡ്ഡി വാങ്ങിക്കൊടുക്കാനും, പിന്നീട് അങ്ങോട്ട് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാനും, പിന്നീട് അങ്ങോട്ട് 2 BHK വേണോ 3 BHK വേണോ ഫ്ലാറ്റ് എന്ന ചർച്ചയിലേക്ക് കടക്കാനും ഒക്കെ തയ്യാറായത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ലവ് 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 എന്ന് എഴുതി ചേർക്കാനും തയ്യാറായത്. മനസ്സിലായില്ലേ? അപ്പോ
ഗണേശൻ യാമിനി തങ്കച്ചിയോട് കാണിച്ച ക്രൂരതയൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയും ആരോടും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലേ? ഗണേശൻ യാമിനി തങ്കച്ചിയോട് കാണിച്ച ക്രൂരതയൊന്നും കേരളത്തിൽ ഒരു മനുഷ്യനും ഒരാളോടും കാണിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു ആലങ്കാരികമായിട്ട് പറയാം. അവ കൊടും ക്രിമിനൽ, സീരിയൽ, ഈ പറയുന്ന റേപ്പിസ്റ്റ് അത് ആരാണ്? ഗണേശനാണ്. അത് ഗണേശനാണ് എന്നുള്ളതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് നിങ്ങൾ ആദ്യം കേട്ട തെളിവ്. ഗണേശന്റെ ഭാര്യ യാമിനി തങ്കച്ചി പറയുന്ന തെളിവ്. സ്വന്തം തന്ത പറയാണ് ഗണേശനെ കുറിച്ച്, ഇതെന്റെ മകനാണോ എന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് എനിക്കെൻ്റെ ഭാര്യയെ സംശയിക്കേണ്ട അവസ്ഥയില്ലാത്തത് കൊണ്ടാണ്. ഭാര്യയെ സംശയിക്കേണ്ട അവസ്ഥയില്ലാത്തത് കൊണ്ടാണ് ഇവൻ എൻ്റെ മകനാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് എന്ന രീതിയിലേക്ക് ഗണേശൻ ആദപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഗണേശ നീ അത്ര വലിയ പുണ്യാളനോ അത്ര വലിയ ചാരിത്രക്കാരനോ ഒന്നുമല്ല. നീ നല്ല ഒന്നാം തരം കൂട്ടിക്കൊടുക്കുകാരനായിരുന്നു. കൂട്ടിക്കൊടുത്തുണ്ടാക്കിയതാണ് നീ ഇപ്പോൾ ഇരിക്കുന്ന നിന്റെ മന്ത്രിസ്ഥാനം പോലും എന്നുള്ളത് ഗണേശൻ മറക്കണ്ട. തല മറന്ന് എണ്ണ തേക്കാൻ ഗണേശൻ ഇറങ്ങി പുറപ്പെടണ്ട. ഗണേശൻ്റെ കഥകൾ ഓരോന്നോരോന്നായിട്ട് യാമിനി തങ്കച്ചി പറഞ്ഞത്, ഗണേശൻ്റെ തന്ത ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ഒക്കെ നമുക്കിങ്ങനെ വാരി വലിച്ചിട്ട് എന്നിട്ട് നോക്കാം ഒരു കമ്പാരിസൺ രാഹുൽ മാങ്കൂട്ടവുമായി ഒരു കമ്പാരിസൺ നമുക്ക് നടത്തി നോക്കാം. ആരാണ് കയ്യാല ചാടിയത് എന്നുള്ളത് നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം. ഗണേശ, എന്താ അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ വല്ല ദുഃഖമോ വേദനയോ ഉണ്ടോ ഗണേശന്? ഉണ്ടെങ്കിൽ സഹിച്ചോ ഗണേശ. ഇനി ഇതങ്ങോട്ട് ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനം. കാരണം ചാരിത്ര പ്രസംഗവുമായി പുണ്യാളനായി സ്വയം അങ്ങ് അവതരിച്ചിറങ്ങിയതല്ലേ, അല്ലേ? എന്നാ പിന്നെ ഗണേശനെ നമുക്ക് അങ്ങോട്ടൊന്ന് ചർച്ച ചെയ്യാം. യാമിനി പറഞ്ഞതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്തേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂന്നേ. ഗണേശനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കൂ. യാമിനിയോട് കാണിച്ച ക്രൂരത, യാമിനിയോട് എന്തിനാണ് ക്രൂരത കാണിച്ചത്? യാമിനി തൻ്റെ അവിഹിതങ്ങൾ അറിഞ്ഞതിൻ്റെ പേരിൽ, തൻ്റെ വഴിവിട്ട വയ്യാല ഈ ചാടിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങള്, ദുഷ്പ്രവർത്തികള്, അവിഹിത ബന്ധങ്ങള്, ഹോട്ടൽ മുറികളിൽ സ്ത്രീകളെ കൊണ്ടുപോയത്, വണ്ടി പാർക്ക് ചെയ്തത്, എങ്ങനെയാണ് ഹോട്ടൽ റൂമുകളിലേക്ക് സ്ത്രീകളെ എത്തിച്ചത്, ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറ കഥകൾ യാമിനി തങ്കച്ചൻ കേട്ട അന്ന് മുതൽ തുടങ്ങിയതാണ്. യാമിനിക്ക് നേരെയുള്ള ശാരീരിക പീഡനം, ആക്രമണം, ക്രൂരമായ ആക്രമണം. അവസാനം യാമിനിയെ എടുത്തെറിഞ്ഞു ഗണേശൻ എടുത്തെറിഞ്ഞു യാമിനിയെ പുറത്തേക്ക്. ഈ അവിഹിതങ്ങളുടെ കൂമ്പാരമായിട്ടുള്ള ഗണേശനാണ് ഇപ്പോ ചാരിത്ര പ്രസംഗവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഗണേശ, തല മറന്ന് എണ്ണ തേക്കല്ലേ ഗണേശ.